ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലാസ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. Your school decided to invite Mrs. Raccoon to address the children for the school reopening ceremony. സ്കൂളിലെ റീഓപ്പണിംഗ് സെറമണിക്ക് മിസ്സിസ് റക്കൂൺസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ സ്കൂളിലേക്ക്. പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു ഫംഗ്ഷൻ. ഈ പബ്ലിക് ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻവിറ്റേഷനാണ് അവർക്ക് അയക്കേണ്ടത്. എങ്ങനെ എഴുതാം? മിസ്സിസ് റക്കൂൺ, വി ആർ ഡിലൈറ്റഡ് ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ റീഓപ്പണിംഗ് ഡേ. ഞങ്ങളുടെ സ്കൂളിലെ റീഓപ്പണിംഗ് ഡേയിലേക്ക് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു. മേക്കിംഗ് ദ ബിഗിനിങ് ആൻഡ് എക്സൈറ്റിംഗ് ന്യൂ അക്കാദമിക് ഇയർ. എന്താണ്? പുതിയ അക്കാദമിക് ഇയർ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. യുവർ പ്രസൻസ് വുഡ് ബി ഗ്രേറ്റ് ഹോണർ ടു അസ്. നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒന്നാണ്. ആസ് വി സെലിബ്രേറ്റ് ദ റിട്ടേൺ ടു അവർ വൈബ്രൻറ്റ് സ്കൂൾ കമ്മ്യൂണിറ്റി. എന്താണ്? ഞങ്ങളുടെ സ്കൂൾ കമ്മ്യൂണിറ്റി വളരെ വൈബ്രൻ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് റീഓപ്പണിംഗ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നു. നിങ്ങൾ എന്തായാലും വരണം എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് ഡേറ്റ് വേണം, ടൈം വേണം, വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല ബോക്സിൽ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. ഡിസ്ക്രൈബ് വാട്ട് ചെസ്റ്റർ റക്കൂൺ മൈറ്റ് സീ ആൻഡ് ഫീൽ വെൻ ദ ഫസ്റ്റ് എൻറ്റേഴ്സ് ഇസ് സ്കൂൾ. എന്താണ് മിസ് ചെസ്റ്റർ റക്കൂൺ ഫസ്റ്റ് സ്കൂളിൽ എൻ്റർ ചെയ്ത ദിവസത്തെ ഫീലിംഗ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. യൂസ് യുവർ ഇമാജിനേഷൻ ടു ഡീറ്റെയിൽ ഹിസ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. അവൻ്റെ ആ ഒരു തോട്ട്സും ഇമോഷൻസും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷന് നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെസ്റ്റർ റക്കൂൺ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയാണ്? അവനക്ക് സ്കൂളിൽ പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെ അവസാനം മമ്മ കൊടുത്ത ഒരു സീക്രറ്റും കൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നുണ്ടാവുന്ന ആ ഒരു ഇമോഷൻസ്, ആ തോട്ട്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. വെൻ ചെസ്റ്റർ ഫസ്റ്റ് എൻ്റർ ഹിസ് സ്കൂൾ ഹി ഫീൽസ് ബോത്ത് നെർവസ് ആൻഡ് ക്യൂരിയസ്. എന്താണ്? ഫസ്റ്റ് ദിവസം തന്നെ സ്കൂളിലേക്ക് പോയപ്പോൾ വളരെയധികം നെർവസ് ആയിരുന്നു, വളരെയധികം ക്യൂരിയസും ആയിരുന്നു. എന്താണ് നെർവസ് ആവുന്നത്? പേടിയുണ്ട്. ക്യൂരിയസ്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതും ഉണ്ടായിരുന്നു. ദ ഹോൾ വേ ഈസ് ബിഗ് ആൻഡ് ഫുൾ ഓഫ് ന്യൂ ഫേസസ്. അങ്ങോട്ട് ഹോളിലേക്ക് പോകുന്ന വഴിയിൽ ഫുള്ള് ന്യൂ ഫേസസ് ആയിരുന്നു, പുതിയ പുതിയ മുഖങ്ങളായിരുന്നു അവന് കണ്ടിരുന്നത്. ഈ നോട്ടീസസ് കളർഫുൾ പോസ്റ്റേഴ്സ് ഓൺ ദ വാൾസ് ആൻഡ് ഹിയേഴ്സ് ദ ചാറ്റർ ഓഫ് ചിൽഡ്രൻ. എന്താണ്? അവന് നോട്ടീസ് ചെയ്തത് അവിടെ വാളിലൊക്കെ കുട്ടികളുടെ പോസ്റ്റേഴ്സും പിക്ചേഴ്സും എല്ലാം അവിടെ ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഹിസ് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റ്. അവൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കാൻ വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ മിടിക്കാൻ വേണ്ടി തുടങ്ങി. ബട്ട് ഹി റിമെമ്പേഴ്സ് ഹിസ് മദേഴ്സ് കിസ്. അപ്പോഴാണ് അവൻ അവൻ്റെ അമ്മയുടെ ആ ഒരു കിസ്സിനെ കുറിച്ചിട്ട് ഓർത്തുപോയത്. ദിസ് മേക്കിംഗ് ഹിം ഫീൽ എ ബിറ്റ് ബെറ്റർ ആൻഡ് ഹി സ്റ്റാർട്ട്സ് ടു ലുക്ക് അറൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ അവനക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കംഫർട്ട് സോണിലേക്ക് അവന് എത്തി. കാരണം എന്താണ്? ഒരു കിസ്സിങ് എന്ന് പറയുന്നത് വളരെ സീക്രട്ട് ഉള്ള ഒന്ന് തന്നെയാണ് അല്ലേ? അങ്ങനെ ആ ഒരു ബെറ്റർ ഫീലിംഗ് ബെറ്റർ വന്നപ്പോൾ അവന് ചുറ്റും ഒന്ന് നോക്കാൻ വേണ്ടി തുടങ്ങി. ഇൻട്രസ്റ്റോടു കൂടി നോക്കി. തിങ്കിങ് അബൌട്ട് ഓൾ ദ ന്യൂ ഫ്രണ്ട്സ് ഹി മൈറ്റ് മേക്ക്. എന്താണ്? അപ്പോഴാണ് അവനെ ന്യൂ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടും അവരോടുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചത്. അപ്പോൾ ഇതാണ് ആ സമയത്ത് അവൻ്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ അവൻ്റെ തോട്ട്സ് എഴുതാൻ വരും. അല്ല എന്നുണ്ടെങ്കിൽ അന്ന് വീട്ടിലെത്തിയതിന് ശേഷം ചെസ്റ്റർ റക്കൂൺ എഴുതുന്ന ഒരു ഡയറി ആയിട്ട് വരും. അപ്പോൾ എന്ത് വന്നാലും ഇതേ കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് എഴുതാം. ഫോർമാറ്റിൽ മാത്രം ചേഞ്ചസ് വന്നാൽ മാത്രം മതി. ഓക്കെ, ഡയറി എഴുതുമ്പോൾ ഡേയും ഡേറ്റും ഉണ്ടാവാൻ മറന്നു പോകരുത്. അതുപോലെ ലെക്ചർ എഴുതുകയാണെങ്കിൽ അവിടെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റും ഡേയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടന്റ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിനെ കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈ ടു ഹെൽപ്പ് ദ ട്രെയിൻ. ഇതിനെ നമ്മൾ എഡിറ്റ് ചെയ്യാനാണ്. ഓക്കെ, അവിടെ ട്രൈഡ് എന്നുള്ളത് എന്താണ്? TREIED എന്നാണ് വരേണ്ടത്. ഇനി അടുത്തത് ഓൺ എ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം. അവിടെ ഓൺ എ എന്നുള്ളത് വേണ്ട, ഓൺ വെരി റെയിനി ഡേയ്സ് എന്നുള്ളത് മതി. ഓക്കെ, കാരണം റെയിൻ എന്നുള്ളത് എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അവിടെ എ എന്നുള്ളത് ചേർക്കേണ്ട ആവശ്യമില്ല. ദെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് ഫ്രണ്ട്. അവിടെ ഹിസ് എന്നുള്ളത് എന്താണ്? HIS എന്നാണ് വരേണ്ടത്, HES അല്ല. അപ്പോൾ അവിടെ HIS എന്നുള്ള മീനിങ് ആണ്, സ്പെല്ലിംഗ് ആണ് വരേണ്ടത്. ദെൻ മിസ്സിസ് റക്കൂൺ കിസ്ഡ് ഹീസ് ആൻഡ്. അവിടെ എന്താണ് വരേണ്ടത്?
ഹിസ് ആൻഡ് ആണ് അല്ലേ, HIS ആണ്. അങ്ങനെ ഹി എന്നിട്ട് അപ്പോസ്ട്രോഫി എസ് ഇടുന്നത് ഇല്ല, നമ്മൾ ഹിസ് എന്നാണ് എഴുതേണ്ടത് അവിടെ. അപ്പോൾ അവിടെ വരേണ്ടത് മിസ്സിസ് റക്കൂൺ കിസ്ഡ് ഹിസ് ഹാൻഡ് ബിഫോർ സെൻഡിങ് ഹിം ഓഫ്. ഓക്കെ, ലാസ്റ്റ് വൺ, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വാസ് ഹാപ്പി ടു സീ ദ ബോയ്സ്. അവിടെ എന്താണ്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ ആയിട്ട് വന്നു, അതുകൊണ്ട് നമുക്ക് വാസ് ഉപയോഗിക്കാൻ പറ്റില്ല, വേർ എന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കണം. സോ ദ സെൻറ്റൻസ് ഈസ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വേർ ഹാപ്പി ടു സീ ദ ടോയ്സ് എന്നാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഓൺ ദ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ ചെസ്റ്റർ വാസ് ഹോം സ്റ്റിക്ക്. ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ അവനക്ക് വളരെയധികം എന്താണ് ഹോം സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നിൽക്കാനുള്ളൊരു ഇതുണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ഹോം സ്റ്റിക്ക് എന്ന് പറയുക. അപ്പോൾ ഹോം സ്റ്റിക്ക് ആയിരുന്നു. ബട്ട് ഹി ഓവർകെയിം ദ സിറ്റുവേഷൻ. ഹി റോഡ് ഹിസ് തോട്ട് ഇൻ ഹിസ് ഡയറി, റൈറ്റ് എ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷെ അവിടെ തോട്ട്സ് ആയിരുന്നു, ഇവിടെ ഡയറി ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ സെയിം കണ്ടന്റ് തന്നെയാണ് നമ്മൾ എഴുതുക, പക്ഷേ ഡേറ്റും ഡേയും എഴുതണം എന്ന് മാത്രം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇന്ന് എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് അൺഫോർഗറ്റബിൾ, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. നോട്ട് ഹാപ്പി ടു ലീവ് മൈ മോം ആൻഡ് ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ മമ്മിയെയും ഫ്രണ്ട്സിനെയും വിട്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ അതിലൊന്നും ഹാപ്പി ആയിരുന്നില്ല. നൗ ഐ മിസ് ദം എലോട്ട്. ഇപ്പം ഞാൻ അവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വാണ്ടഡ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്. എന്താണ്, എനിക്ക് എൻ്റെ ടോയ്സും എടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് കളിക്കണം. മൈ ഡിയർ മോം, അതുപോലെ തന്നെ എൻ്റെ അമ്മ. സോ കെയറിങ് ആൻഡ് ലവിങ്. എന്താണ്, വളരെ കെയറിങ്ങും ലവിങ്ങുമാണ്. ഹെർ അഡ്വൈസ് വാസ് എൻകറേജിങ്. പക്ഷേ അവരുടെ അഡ്വൈസ് എന്ന് പറയുന്നത് എന്നെ വളരെ എൻകറേജ് ചെയ്ത ഒന്നായിരുന്നു. ഫെൽറ്റ് ലോണി, അല്ലെങ്കിൽ ഞാൻ വളരെ ഏകാന്തത അനുഭവിച്ചിരുന്നു. മോംസ് ആബ്സെൻസ് വാസ് സോ പെയിൻഫുൾ ടു മീ. എന്താണ്, അമ്മയുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് വളരെയധികം വേദനയുള്ള കാര്യം തന്നെയാണ്. ടിയേഴ്സ് റോൾ ഡൗൺ ഫ്രം മൈ ഐസ്. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വരികയാണ്. റിമെമ്പർ ദ സീക്രട്ട് ഓഫ് ഹെർ കിസ്സിങ് ഹാൻഡ്. അപ്പോഴാണ് ഞാൻ ആ കിസ്സിങ് ഹാൻഡിനെ കുറിച്ചിട്ടുള്ള സീക്രട്ട് ഞാൻ ഓർത്തുപോയത്. ദെൻ ഐ ഓപ്പൺ മൈ ഹാൻഡ് ആൻഡ് പ്രസ്ഡ് ഇറ്റ് ഓൺ മൈ ചീക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് ഒന്ന് ഓപ്പൺ ചെയ്യുകയും എൻ്റെ ചീക്കിലൊന്ന് പ്രസ് ചെയ്യുകയും ചെയ്തു. ഫെൽറ്റ് ഹെർ പ്രസൻസ്. അപ്പോൾ എനിക്ക് അവരുടെ ആ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. ഹൗ സർപ്രൈസിങ്. ഇത് എത്ര സർപ്രൈസ് ഉള്ളൊരു കാര്യമാണ്. ഐ എൻജോയ്ഡ് മൈ മോംസ് ലവ് ഈവൻ ഹെർ ആബ്സെൻസ്. എന്താണ്, അമ്മ ഇല്ലെങ്കിലും ആ ആബ്സെൻസിലും ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ ഗോട്ട് സം ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ന്യൂ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഐ മസ്റ്റ് സ്റ്റഡി വെൽ ആൻഡ് ബിക്കം എ ഗുഡ് സ്റ്റുഡൻറ്റ്. എനിക്ക് നന്നായി പഠിച്ച് നല്ല സ്റ്റുഡൻ്റ് ആവണം. ഐ ഷോൾ ചെറിഷ് ടുഡേയ്സ് മെമ്മറീസ് ഫോർ എവർ. എൻ്റെ ഓർമ്മയിൽ ഈ മെമ്മറി എന്നും ചെറിഷ് ചെയ്യുന്ന, വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂട്ടുകാർ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.